Shan and Mohan, AC Honors Agriculture, College of Agriculture. നോർമൽ വേണോ ബട്ടർസ്കോച്ച് വേണോ ഷാലുവിന്റെ സ്റ്റാർട്ടിംഗ് ബ്ലോഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നും എപ്പോഴും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞാൻ വീണ്ടും ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തംബ്നെയിലിൽ കണ്ടുപോലെ നാളെ എൻ്റെ കോൺവൊക്കേഷൻ ഡേ ആണ്. അപ്പോൾ ഈ വീഡിയോ വ്ളോഗും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങളുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കോൺവൊക്കേഷൻ എങ്ങനെയാണെന്നും കാര്യങ്ങളൊക്കെയാണ്. അച്ഛനും അമ്മയൊക്കെ നാളെ വരും. പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ കോൺവൊക്കേഷനും ഞങ്ങളെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാനാണ്. പക്ഷെ അവിടെ മീഡിയ ഒക്കെ റെസ്ട്രിക്ട് ചെയ്തു, ഗവർണറൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ കേട്ടു. അപ്പോൾ എത്ര കണ്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് രജിസ്ട്രേഷനും അതുപോലെ ഡ്രസ് റിഹേഴ്സലുമാണ്. തൃശ്ശൂർ ഹയാത്ത് റെജൻസി വെച്ചിട്ടാണ്. അപ്പോൾ അവിടേക്ക് എത്തണം. അപ്പോൾ വീഡിയോ കാണാം ഗൈസ്. അങ്ങനെ പറഞ്ഞ പോലെ ഈ പ്രാവശ്യത്തെ KN കോൺവൊക്കേഷൻ നടക്കുന്നത് തൃശ്ശൂരുള്ള ഹയാത്ത് റീജൻസിൽ വെച്ചാണ് കേട്ടോ. ഞാൻ നേരെ തലശ്ശേരിയിലേക്ക് പോയി. അവിടെ കുറച്ച് നേരത്തെ ആയിരുന്നു എത്തിയത്. പിന്നെ ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് ഒരു ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അബി എത്തി. പിന്നെ കുറച്ച് നേരം കൊണ്ട് ഉണ്ടായിരുന്നു ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ് ട്രെയിനിൽ. കുറേ നേരം നിന്നാണ് പോയത്. പിന്നെ ഷുഹൈബും പൂജയൊക്കെ പറഞ്ഞ ബോഗിയിലോട്ടാണ് ഞങ്ങൾ ചാടിക്കയറിയത്. പക്ഷേ എന്ത് ചെയ്യാനോ അവരെ കണ്ടു കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നുഴഞ്ഞ് അതിൻ്റെ ഇടയിൽ ആൾക്കാരുടെ ഇടയിൽ കൂടെ കയറി അവർ രണ്ടുപേരെയും കണ്ടുപിടിച്ചു. പിന്നെ കോഴിക്കോടൊക്കെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ചിമ്പും കുഞ്ഞമ്മയും വിഷ്ണു ഒക്കെ എത്തി. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി. പിന്നെ അങ്ങോട്ട് വർത്താനം പറച്ചിൽ തന്നെ. എത്രയോ നാളുകൾക്ക് ശേഷം എല്ലാവരെയും കാണുന്നത്. നമ്മൾ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പം എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ബാച്ച് മുഴുവനായിട്ട് കാണാൻ പോവാണല്ലോ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഈ കോൺവൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും കുറച്ച് ഇഷ്ടത്തോടെ കാണുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും. പിന്നെ ഇതുപോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിയിട്ടും ഭാവിയും വർത്താനവും ഭൂതകാലം ഒക്കെ പറഞ്ഞ് നമ്മൾ സത്യം പറഞ്ഞാൽ തൃശ്ശൂർ എത്തിയത് അറിഞ്ഞു പോലും ഇല്ല. എപ്പോഴേന്ന് എത്തിയെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോയത്. കാരണം നല്ലോണം വിശന്നു, രാവിലെ കയറിയതാണല്ലോ. പിന്നെ നമ്മുടെ CB മോൾ അങ്ങ് ഒറീസയിൽ നിന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവന്മാരെല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാമെന്ന് കരുതി ഭയങ്കര കാര്യമായിട്ട് പോസ്റ്റ് ചെയ്ത്. അപ്പോൾ അവങ്ങൾ ഞാൻ വ്ളോഗിലുള്ള വീഡിയോ എടുക്കാൻ നടത്തില്ലല്ലോ. യെസ് ഗൈസ്, നമ്മുടെ സ്വന്തം ബംഗാൾ ബംഗു തൃശ്ശൂരിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്കും അബിക്ക് പക്ഷേ എനിക്ക് എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഭയങ്കര കാര്യമായിട്ട് നവരസങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു അബി. വിശന്നാൽ അബി ജഗതിയായി മാറും. കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. ഗൈസ്, നവരസങ്ങൾ മാത്രമല്ല, ചുംബന രംഗങ്ങളും നല്ല ഗാനഗന്ധർവന്മാരുടെ പാട്ടും ഇതിനകത്തുണ്ട്. സംഭവം എന്താ വെച്ചാൽ ഇവന്മാർ ഞാനൊന്ന് കൈ കഴുകാൻ പോയ സമയത്ത് ഫോണിലെടുത്ത് റെക്കോർഡ് ചെയ്തതാ. പക്ഷെ ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയി. പാട്ടും കച്ചേരിൻ്റെ ഒപ്പം നേരത്തെ ഒരു കുഴിമന്തിയും കൂടെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. അവിടെ നമ്മൾ ഹോസ്റ്റലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ രജിസ്ട്രേഷൻ ടൈം തീരാനായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നിമിഷമാണ് നമ്മൾ ചെന്നത്. കാര്യം നമ്മൾ കുറച്ചുകൂടെ നേരത്തെ എത്തണമെന്നായിരുന്നു വിചാരിച്ചേ. പിന്നെ ട്രെയിനിൽ ലേറ്റായി. പിന്നെ മന്തിയൊക്കെ കഴിച്ച് എത്തിയപ്പോഴത്തേക്കും കുറച്ചങ്ങ് ലേറ്റായി. എന്തായാലും രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് റോബൊക്കെ തന്നു, ഫുഡ് കൂപ്പണും സീറ്റ് കൂപ്പണും ഒക്കെ തന്നു. പിന്നെ നമ്മുടെ സൈമോൻ. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രസ് റിഹേഴ്സലാണ്. അപ്പോൾ റിഹേഴ്സൽ അറ്റൻഡ് ചെയ്യാത്തവർക്ക് കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ്. അപ്പം നമ്മൾ നേരെ ഹാളിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഗവർണറൊക്കെ വരുന്ന ഒരു പ്രോഗ്രാമാണല്ലോ. അപ്പോൾ അതിൻ്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരൽ. അങ്ങനെ നമുക്കൊരു 3 തവണ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു ആ ഹാളിൽ വെച്ചിട്ട്. അടുത്ത ദിവസം, അതായത് കോൺവൊക്കേഷൻ ഡേയിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഗവർണർ വരുമ്പം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഹാളിലെത്തിയ പിന്നെ നമ്മൾ റോൾ നമ്പർ വൈസ് ആണല്ലോ ഇരുത്തൊക്കെ. അപ്പോൾ 95, 96, 97 നമ്മുടെ ഷാനയായിരുന്നു. പക്ഷേ ആൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് വന്നിട്ടില്ല. പിന്നെ ഷുഹു. ഏകദേശം ഒരു 1000-ഓളം കുട്ടികൾ ഗ്രാജുവേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാ സീറ്റും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പോയിരുന്നാൽ മാത്രം മതിയായിരുന്നു. പിന്നെ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിരുന്നു. ഫോണൊന്നും
അധികം ഉപയോഗിക്കുന്നത്, സൈലൻ്റ് ആക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് നമുക്ക് UG PG PhD എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ് റോബും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെങ്ങനെയാണ് ഇടണ്ടേ എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഇത് നമ്മുടെ എൻവറിറ്റാസ് ടീം അന്നേ നമ്മൾ അവിടെ നിന്ന് പിരിയുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മിക്കവാറും നമ്മളെല്ലാവരും കാണുക കോൺവെക്കേഷന് വരുമ്പോഴാണ്. അപ്പോൾ എല്ലാവരെയും കണ്ടു. അങ്ങനെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സന്ധ്യയായി ഗൈസ്. പിന്നെ ഞങ്ങളിങ്ങനെ ആലോചിക്കുമായിരുന്നു എവിടെയൊക്കെ പോവുക, എന്താ ഇപ്പം ചെയ്യാന്നുള്ളത്. പിന്നെ ഞങ്ങൾ ആലോചനയിൽ എല്ലാവരും കൂടെ തീരുമാനം എടുത്തു നമുക്ക് ശോഭാ സിറ്റിയിലേക്ക് പോകാമെന്ന്. പിന്നെ ഇത് കണ്ടോ നമ്മുടെ അബീൻ്റെ ഒരു പ്രത്യേകതരം കലാരൂപമാണ്. ഭയങ്കര ചലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു, പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ഗൈസ് നമ്മൾ നേരെ ശോഭാ സിറ്റിയിലേക്ക് പോയി. അവിടേക്ക് പോകുമ്പോൾ നല്ല തിരക്കായിരുന്നു. അവിടെ ഞങ്ങൾ നടന്നാൽ പോയത്, കാരണം ഓട്ടോറിക്ഷക്കാരൊന്നും ഞങ്ങളെ കയറ്റിണ്ടായിരുന്നില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. പിന്നെ അവിടെ ചെന്ന് സാധനങ്ങളൊന്നും വാങ്ങലല്ലോ ഉദ്ദേശം, വെറുതെ വായി നോക്കി നടക്കലാണല്ലോ. എല്ലാവർക്കും എന്നെ മതി. ഇവരെല്ലാം വിചാരിക്കും ഞാനൊരു വായി നോക്കിയാണ്. എത്ര ശ്രമിച്ചാലും എനിക്കൊരു വായി നോക്കിയാൻ പറ്റില്ല. വായി നോട്ടൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ പിന്നെ നേരെ മൗസിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് എന്ത് വാങ്ങണം എന്നിങ്ങനെ ഭയങ്കര കാര്യമായിരുന്നു എന്ന് ആലോചിച്ച് അവസാനം ഞങ്ങൾ പല പല ഫ്ലേവറുള്ള മിൽക്ക് ഷേക്ക് വാങ്ങി. മിൽക്ക് ഷേക്ക് അല്ല, അവൽ മിൽക്ക് വാങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നേരെ റൂമിലേക്ക് തന്നെ പോവുകയും ചെയ്ത്. അപ്പോഴത്തേക്കും ടയേർഡായി ഓൾമോസ്റ്റ് എല്ലാവരും. കാര്യം രാവിലെ ഇറങ്ങിയതാണല്ലോ, പിന്നെ പിറ്റേ ദിവസവും രാവിലെ എത്തണം. പിന്നെ നമ്മൾ സായിമോനും അബിയും കൂടെ നമ്മുടെ റൂമിലേക്ക് കൊണ്ടാക്കി തന്നു. പിന്നെ അവിടെ ചെന്നായിരുന്നു ബാക്കിയുള്ള കലാപരിപാടികൾ. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു ഗുഡ്സ് റൂമിലാണ് ഞങ്ങൾ കഴിഞ്ഞത്. ഭയങ്കര ചെറിയ റൂമായിരുന്നു, ഒരുപാട് സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒറ്റ രാത്രിത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് കരുതി ഞങ്ങളത് സമാധാനിച്ചു. ചിമ്പോ ടു വേർഡ്സ്. ഞാൻ ഈ ക്യൂടെക്സ് ഇട്ട് കൊടുക്കുന്നത് റിപ്പറല്ല, നമ്മുടെ CV ആണ്. സശൻ സഖാവ് CV. അതെ, അതിന് വേണ്ടിട്ട് റെഡ് ഇട്ടിട്ട് വരികയാണ്. നിങ്ങൾ ആരെങ്കിലും ഗൈസ് നിങ്ങൾ നോക്ക്, നമ്മുടെ CV-നെ ഈ ഒരു അവസ്ഥയിൽ കണ്ടിട്ടുണ്ടോ? ഒറീസയിൽ പോയതിനു ശേഷം സൗന്ദര്യബോധമൊക്കെ വന്നിരിക്കണു. ഏതോ ചെക്കനെ വളയ്ക്കാനാണ് അല്ലെ കുഞ്ഞമ്മ അവിടെ ഊതിക്കൊണ്ടിരിക്കും. ഈ ഗുഡ്സ് മുറിയിൽ 4 പേരാണുള്ളത്. പിന്നെ ഒരാൾ പുറത്തു കൂടെ ഫോൺ വിളിച്ച് നടപ്പുണ്ട്. അങ്ങനെ രാത്രിത്തെ കലാപരിപാടികൾക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ കിടന്നുറങ്ങി. കാര്യം ഉറങ്ങാൻ കിടന്നെങ്കിലും കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. ബെങ്കുവിനെ മിസ് ചെയ്തു, കാര്യം അവളുടെ വീട് അടുത്തായതുകൊണ്ട് അവൾ വീട്ടിൽ തന്നെ നിൽക്കുകയതേ, റൂം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ Day 2 കോൺവെക്കേഷനായി. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഈ ഒരു കണ്ണാടി മാത്രമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്, ഇതുപോലത്തെ 2 എണ്ണം. അപ്പോൾ സാരി എടുക്കുമ്പോൾ ഒന്നും അങ്ങനെ ഞങ്ങൾ സുഖം പിടിക്കണ്ടായിരുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഹയാറ്റിലെത്തുക, അവിടുത്തെ മിറർ നോക്കുക, അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും ഒരുങ്ങി ഒരു ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് നേരെ ഹയാറ്റിലെത്തി. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു 11 to 12:15 വരെയാണ് നമ്മുടെ ഫുഡ് ടൈം. ആ സമയം വന്ന് ഫുഡ് കഴിക്കുക. അതിന് മുമ്പ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് 10 മണിക്ക് 10 മണി 10 ആ ടൈമിൽ എത്തിയിട്ട് ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ബെങ്കുവിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ എത്തി. പിന്നെ എല്ലാവരുടെയും പേരൻസ് വന്നു. പിന്നെ ഇവിടെയാണ് ഗൈസ് ട്വിസ്റ്റ് ഉണ്ടായത്. അച്ഛനും അമ്മയും എല്ലാം പ്രിപ്പയർ ആയി തന്നതാണ്. എന്തായാലും രാവിലെ വരണമെന്നും പറഞ്ഞ് നിന്നതാണ്. പക്ഷേ അന്ന് അവിടെ ഉരുള് പൊട്ടലും പിന്നെ റെഡ് അലേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പണ്ട് വെള്ളം കയറിയിട്ടുള്ളത്. അപ്പോൾ ഒരു പേടി വന്നു, ഇങ്ങാനും വെള്ളം കാര്യം കയറും. പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, സ്മൂത്തായിരുന്നു. എന്നാലും ഒരു പേടി കാരണം അവർ രണ്ടുപേരും വന്നില്ല. അപ്പോൾ എനിക്ക് ശരിക്കും അച്ഛനും അമ്മേനെയും മിസ് ചെയ്തു ആ സമയത്ത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഹാളിലേക്ക് കയറി. ഇങ്ങനെ പുറത്തുനിന്ന് LED കാണിക്കുന്നുണ്ടായിരുന്നു. എല്ലാ പാരൻസിനും അകത്ത് കയറാൻ പറ്റില്ല. ഒരു കുട്ടീൻ്റെ കൂടെ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ കൂടെ ഒരു പാരൻറ്റിനെ അക്കമ്പനി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് വെളിയിരുന്ന് സ്ക്രീനിൽ നോക്കിയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഹാളിനകത്ത് ഞങ്ങൾ കയറിയ ടൈമിൽ മ്യൂസിക്കൽ കൺസേർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ സത്യം പറയാലോ, ഞങ്ങൾ അതൊന്നും കേട്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരെയും കണ്ട് വർത്താനമൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ മ്യൂസിക്കൽ കൺസേർട്ട് അതിൻ്റെ വഴിക്ക് അങ്ങനെ ഒന്ന് പോയി. കേട്ടിട്ടുണ്ടാവും, പാട്ടൊക്കെ ഇഷ്ടമുള്ളതൊക്കെ കേട്ടിട്ടുണ്ടാവും കേട്ടോ. എന്തായാലും ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ മീഡിയസൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാം 2 മണിക്കായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ കറക്റ്റ് 2 മണിക്ക് തന്നെ തുടങ്ങി. പിന്നെ മിനിസ്റ്ററും ഗവർണറൊക്കെ വന്നു, കൃത്യമായിട്ടുള്ള പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ പാലിച്ചു. പിന്നെ നമ്മുടെ ഗസ്റ്റ് എന്താണ് സ്പീച്ച് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇങ്ങനെ ബുക്ക്ലെറ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഗവർണർ പോകുന്നവരെ ഭയങ്കരമായിട്ടുള്ള സ്ട്രിക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, മിനിസ്റ്ററൊക്കെ പോകുന്നത് വരെ. അത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഗസ്റ്റ് എല്ലാം പോയതിനു ശേഷം നമുക്കൊരു ടീ ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ബാച്ച് ഫോട്ടോ എടുത്തത്. പിന്നെ നമ്മൾ കാത്തിരുന്ന നിമിഷം എത്തി. ഷാലു M. മോഹൻ, BSc Honours Agriculture, College of Agriculture, Padnakad. ഷമീം ഫാത്തിമ K, BSc Honours Agriculture, College of Agriculture, Padnakad. ഈ ഒരു പ്രൗഡ് മൊമെന്റ് വരെ ഷൂട്ട് ചെയ്യാനുള്ള ചാർജ് എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അപ്പോഴത്തേക്ക് സ്വിച്ച് ഓഫ് ആയി. പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും തിരിച്ചു പോയി. ചിമ്പു, കുഞ്ഞമ്മ, ബെങ്കു ഒക്കെ ഓരോരോ വീട്ടിലേക്ക് തന്നെ പോയി.
പിന്നെ എനിക്കാണെങ്കിൽ വിശന്ന് ഭണ്ടാറടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം റൂമിൽ പോയി വെക്കേറ്റ് ചെയ്തു. കാരണം 11 മണിക്കേറ്റ് ഫുഡ് കഴിച്ചതാണ്. പിന്നെ കഴിക്കുന്നത് രാത്രിയാണ്. ഫുഡ് കഴിച്ചപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായ കാര്യം. അത്രയ്ക്ക് വിശന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രി 2:30 അന്ത്യോദയ്ക്കായിരുന്നു പോകാൻ നിന്നത്. അപ്പോൾ ഞങ്ങളൊരു 10-10:30 ആയപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ എത്തി വരുന്നേ പോകുന്ന എല്ലാ ട്രെയിനും ഇങ്ങനെ നോക്കിയിരുന്ന്, പിന്നെ ഇടയ്ക്ക് ഒരു മസാലക്കടലൊക്കെ വാങ്ങി അതും കുറച്ചുകൊണ്ടിരുന്ന്. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തല്ലോ, അതിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലിട്ട് ഷോപ്പ് കാണിക്കലൊക്കെ ആയിരുന്നു നമ്മുടെ മെയിൻ പരിപാടി. അങ്ങനെ കാത്തിരുന്ന് 2:30 ട്രെയിൻ എത്തി. അതിന് കയറി പുലർച്ചെ ഒരു 7 മണി ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ തലശ്ശേരിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരോടും ബായ് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ എനിക്ക് മിസ് ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനമ്മയായിരുന്നു. അവർ വരാനൊക്കെ പറഞ്ഞിട്ടും വരാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു നല്ലൊരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തോ ഞാൻ എൻ്റെ കോൺവെക്കേഷന് വരരുത് എന്ന് കരുതിയിട്ട് ഉരുള പൊട്ടിയ പോലെ എനിക്ക് തോന്നിയത്. ആ ഒരൊറ്റ ദിവസമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയൊക്കെ ആയപ്പോൾ ഇത് നോർമലായി. അപ്പോൾ അവരെ മിസ് ചെയ്തു. അവർക്കും നല്ല സങ്കടം ഉണ്ട് വരാൻ പറ്റാത്തതിന്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലോ, എല്ലാം കഴിഞ്ഞു. അതെ, എൻ്റെ വീഡിയോ ഇവിടെ കഴിയാണ്. കോൺവെക്കേഷൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ KUവിലെ കോൺവെക്കേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ബിലോ. ടാറ്റാ, ബൈ.